ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് എൻ്റെ ഹോസ്റ്റലിലുള്ള ബാഗ് കളക്ഷൻ കാണിച്ചു തരാമെന്ന്. സോ എനിക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു സാധനം ബാഗാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിൽ വന്നപ്പം വീട്ടിലുള്ള കുറച്ച് ബാഗ് ഞാൻ ഇങ്ങോട്ടും കൂടെ കൊണ്ടുവന്നു. അപ്പോൾ ഇതൊരു മസ്റ്റ് വാച്ച് വീഡിയോ ഒന്നും അല്ല. ഇഫ് യു ഹാവ് ഇനഫ് ടൈം അല്ല എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുവാണെങ്കിൽ യു ക്യാൻ സീ ഇറ്റ് വിൽ ബി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് എൻ്റെ എല്ലാ ബാഗിൻ്റെ ബാക്കിലൊരു കഥയുണ്ടെന്ന് പറയുന്ന പോലെ ഇറ്റ്സ് ഫ്രം എൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള ബാഗുകളാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ വെറുതെ ഒരു മെമ്മറിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. സോ ആദ്യം പറയുകയാണെങ്കിൽ തന്നെ ഈ ബാഗ് എൻ്റെ 5ാം ക്ലാസ്സിൽ എന്തോ അച്ഛൻ വാങ്ങിച്ചെന്നൊരു ബാഗാണ്. ഇറ്റ്സ് വെരി സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ അത് വേണം എന്ന് പറഞ്ഞ് വാങ്ങിച്ചു തന്നൊരു ബാഗാണിത്. അപ്പം ഈ 2 ബാഗിലും, ഇത് ഞാൻ ഇപ്പോൾ അടുത്ത് വാങ്ങിച്ച ബാഗാണ്, ഈ 2 ബാഗിലും എൻ്റെ ഭരതനാട്യം മേക്കപ്പ് സാധനങ്ങളാണുള്ളത്. സോ അതെന്തൊക്കെയാന്ന് ലൈക്ക് കോമ്പാക്ട് പൗഡർ, ബ്രഷ്, ഐലൈനേഴ്സ്, പിന്നെ ചരട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിൽ പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങൾ, ഇതൊക്കെ തന്നെ പൂവ്, അങ്ങനെ കുറേ സാധനങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഏത് കാണിക്കുന്നു, ഈ ബാഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എനിക്കൊരു ക്യാമറ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്നു, പക്ഷേ എനിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്നില്ല. ഞാനാണ് ക്യാമറ ഇടാൻ വേണ്ടി ഒരു ബാഗ് വാങ്ങിച്ചതാണ്, ഈ ക്യൂട്ട് ബാഗ്. പക്ഷെ ക്യാമറ കിട്ടിയില്ല. അപ്പം ഇത് വെറുതെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇടുന്നില്ല, അത്രയുള്ളൂ, ഇതിൻ്റെ അകത്തൊന്നുമില്ല. അപ്പം ക്യാമറ കിട്ടിയില്ല, പക്ഷെ ബാഗ് വാങ്ങിച്ചു. പിന്നെ ഇതൊരു ഞാൻ 11th പഠിക്കുമ്പോൾ എന്തോ ഒരു എക്സിബിഷന് പോയപ്പോൾ വാങ്ങിച്ച ബാഗാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയുണ്ട്. ഓക്കെ, ദെൻ ഇത് ഞാൻ ഈ വട്ടം മൂകാംബിക പോയപ്പോൾ വാങ്ങിച്ചതാണ്. വെരി ക്യൂട്ട്. ഇങ്ങനത്തെ ക്ലോത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനത്തെ ക്ലോത്തിൻ്റെ ഇത് ഞാൻ പണ്ട് വാങ്ങിച്ച ബാഗാണ്. ഇങ്ങനത്തെ ക്ലോത്ത് ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബാഗിൽ പേഴ്സ് പോലത്തെ എന്തോ സാധനം. ഇതിലും അങ്ങനെ എന്തൊക്കെയോ ആണ്, എന്താണ് ഉള്ളിലെന്ന് എനിക്ക് പറഞ്ഞൂടാ, എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ദിസ് ഇസ് മൈ ജപമാല ബാഗ്. അതെൻ്റെ പല വ്ളോഗിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇൻസൈഡ് എൻ്റെ ജപമാലയാണ്. ഓക്കെ, കുറച്ച് നാളായതാണ്. പിന്നെ ഇത് എനിക്ക് എൻ്റെ അനിയത്തി വാങ്ങിച്ചെന്ന ബാഗാണ്. ഇത് ലൈക്ക് മറ്റേ ഉർവശി മാം ഒരു മൂവിയിൽ പറയില്ലേ, ഇത് ഞാൻ ആദ്യമായിട്ട് എടുത്ത സാധനം, അതേപോലെയുള്ള വീഡിയോ ആണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് വാച്ച് ഇറ്റ്. ഐ ഡോണ്ട് നോ, ഞാൻ വെറുതെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. സോ ഇതിൻ്റെ ഉള്ളിൽ വേറെ പേഴ്സ്, ഇതും ക്ലോത്ത് പേഴ്സാണ്. എനിക്കൊക്കെ ഒരു ക്രേസാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതും എനിക്ക് ദേവ് വാങ്ങിച്ചു തന്നൊരു ക്യൂട്ട് പേഴ്സ്. ഇൻസൈഡ് നത്തിങ്, ₹1. ഓക്കെ, അതാണ്. ഇതൊക്കെ ക്ലോത്ത് പേഴ്സ്. ഇത് കുറേ എന്ന് വെച്ചാൽ കൗസല്യമ്മ കൈവച്ച് തുന്നിയ പേഴ്സാണിത്. വെരി സ്പെഷ്യൽ ഫോർ മീ, മൈ ഫേവറേറ്റ് പേഴ്സൺ കൈകൊണ്ട് തുന്നി തന്നാണ്. ഷീ ഈസ് നോ മോർ, ബട്ട് സം മെമ്മറീസ് ലൈക്ക് ദിസ് ഉണ്ട്. ഹാപ്പി. ദെൻ ഇതും ഒരു സിൽക്ക് ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു പേഴ്സ്. ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു ബുക്ക്, ഞാൻ കൈ കൊണ്ടുണ്ടാക്കിയ ബുക്ക്. ഓക്കെ, ഇറ്റ്സ് ഫ്രം വാരണാസി. എൻ്റെ ഫ്രണ്ട് പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നു. ഇതിൻ്റെ ഒരു റെഡും ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ട്. ഇത് എന്തിനാ ഇതൊന്നും വെച്ചോണ്ട് ഞാൻ എവിടെയും പോകാറില്ല, പക്ഷെ ഇതൊക്കെ ഞാൻ വെറുതെ വാങ്ങിച്ച് ഇങ്ങനെ കൈ വെക്കുള്ളൂ, അല്ലാതെ ഞാൻ എവിടെയും പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ടൊന്നും ഞാൻ പോകില്ല. ഓക്കെ, ഇതും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഇത് ഞാൻ കൈവച്ച് തുന്നിയ എൻ്റെ ബുക്കാണ്. പഴയ ഉടുപ്പൊക്കെ ഞാനിങ്ങനെ പഴയ പേപ്പറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ബുക്കുണ്ടാക്കും. ദാറ്റ്സ് മൈ ഹോബി. ചിലപ്പോൾ ഇത് ഞാൻ കുറേ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും ഞാൻ കൊണ്ടുപോയിട്ടൊന്നുമില്ല എവിടെ. പിന്നെ ഇതും ഒരു ചെറിയ പേഴ്സ്. പിന്നെ ഇത് എൻ്റെ അച്ഛൻ, ഇത് വളരെ പുരാതനമായിട്ടുള്ളൊരു ബാഗാണ്. എൻ്റെ അച്ഛൻ പണ്ട് എയർഫോഴ്സിലുണ്ടായിരുന്നപ്പം അച്ഛൻ്റെ ബ്രഷും പേസ്റ്റൊക്കെ ഇട്ട് വെച്ചിരുന്ന ബാഗാണ്. പക്ഷേ ഇത് ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൊക്കി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉപയോഗമില്ല, പക്ഷേ എല്ലാം എനിക്ക് മെമ്മറീസാണ്. എനിക്ക് ഇതുമായിട്ടൊരു മെമ്മറി ഇല്ല, പക്ഷെ ഞാൻ വെറുതെ വെച്ചേക്കുവാണ്.
ഈ ഉള്ളിലെന്താ? ഇതിൻ്റെ ഇതൊക്കെ കുറച്ച് ചെറിയ ചെറിയ ബുക്ക്, അങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ. ഒരു ക്യൂട്ട് വാച്ച്, ചെറിയ ഇതും ഒരു ക്യൂട്ട് വാച്ച്, ആൻറ്റീക്ക്, അങ്ങനത്തെ സാധനം. ദെൻ ഓക്കെ, ദിസ് ബാഗ്, ഇത് എനിക്ക് എൻ്റെ ഡോക്ടർ ആൻറ്റി MBBS കിട്ടിയപ്പം വാങ്ങിച്ചു തന്നൊരു ബാഗാണിത്. കുറച്ച് ലെതറൊക്കെ ഇച്ചിരി ചീത്തയായി സൈഡിൽ നിന്നൊക്കെ, ബട്ട് വെരി എനിക്കിഷ്ടമുള്ള ഒരു ബാഗാണ്, മൈ ഫേവറേറ്റ്. ദെൻ ദിസ് ബാഗ്, ഇതെൻ്റെ മറ്റേ സർജറി വാട്ട്സ് ഇൻ മൈ ബാഗിൽ കണ്ട ബാഗും ഇതിൻ്റെ തന്നെ ഒരു പൗച്ചും ഉണ്ട്. പൗച്ച് ഇതിൻ്റെ അകത്തില്ല. ഇപ്പം ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോകുന്നത് ഇതല്ല. കുറച്ച് പേപ്പർ അതൊക്കെ. ഇപ്പം ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോകുന്ന ബാഗ് ഇതാണ്. ദിസ് ബാഗ് എവരി വൺ നോസ്. അതിൽ കൊട, ബാഗ്, ബുക്ക്, റെക്കോർഡ്, ചെല്ലോ ബുക്ക്, അതൊക്കെ. പിന്നെ ഒരു DNMX ദിസ് ബാഗ്. അത്രേ ഉള്ളൂ എൻ്റെ ബാഗ്. പിന്നെ ഇത് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തപ്പോഴല്ല, ദേവു എൻ്റെ അനിയത്തി ബ്ലഡ് ഡൊണേറ്റ് ചെയ്തപ്പോൾ അവൾക്ക് കിട്ടിയ ബാഗാണ്. ഞാൻ വെറുതെ ഇവിടെ ചോറ് കൊണ്ടുവരാൻ ഒന്നും കണ്ടില്ല, അപ്പം ഞാൻ ഇത് ആ ബാഗ് ഇതെനിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് വരാൻ നാണക്കേടായിട്ട് ഞാൻ തിരിച്ചിങ്ങനെ ചോറും വെള്ളമൊക്കെ ഞാൻ ഇങ്ങനെ തിരിച്ചിങ്ങനെ വെച്ചോണ്ടാണ് വന്നത്. അയ്യോ, ഇത്രേ ഉള്ള കഴിഞ്ഞു പെട്ടെന്ന്. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ബാഗ് കളക്ഷൻ വീഡിയോ വ്ളോഗ്. എന്താണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. എൻ്റെ വീട്ടിലാണെങ്കിൽ പിന്നെ ഉണ്ട്. ഇതും ഞാനിങ്ങനെ ഓരോ വട്ടം വരുമ്പോൾ കൊണ്ടുവരുന്നതാണ്. പിന്നെ അല്ലാതെ ഇങ്ങനെ ബാക്കിലിടുന്ന ബാഗൊക്കെ ഉണ്ട്, അതൊന്നും കാണിക്കണ്ടല്ലോ. ഇതൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഫാൻസി ആയിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് സംതിങ് റെയർ ബട്ട് ഹോൾഡിങ് മെമ്മറീസ്. അപ്പോൾ അവിടെ ഭയങ്കര സൗണ്ട് അല്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു റെയർ സാധനങ്ങൾ. സോ അത്രേ ഉള്ളൂ വീഡിയോ. ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ആൻഡ് താങ്ക് യു സോ മച്ച്.